അയ്യോ ഞാൻ ചെറുതായിട്ട് Hello guys! Welcome back to my YouTube channel. After a long time ശേഷം നമ്മൾ വ്ളോഗ് ചെയ്യുന്നു. ആക്ച്വലി വ്ളോഗ് ഉദ്ദേശിച്ചത് സേവ് ദ ഡേറ്റ് ഷൂട്ടാണ്. പക്ഷേ ഇനി സെക്കൻഡ് ഡേ ഫസ്റ്റ് ഷൂട്ട് നമ്മൾ ചെയ്തില്ല. സെക്കൻഡ് ഡേയിൽ നമ്മൾ പാർക്കിലാണ് ഷൂട്ടിന് വന്നത്. സോ നമുക്കൊന്ന് കണ്ടാലോ? Come with me. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ സേവ് ദ ഡേറ്റ് ഷൂട്ടിൻ്റെ സെക്കൻഡ് ഷൂട്ടിന് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പം ലണ്ടനിൻ്റെ നിയർ ആയിട്ടുള്ള ഇൽഫോർഡ് എന്ന് പറഞ്ഞൊരു പ്ലേസിൽ കോമൺ ആയിട്ടുള്ള ഒരു പാർക്കിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഫസ്റ്റ് വ്ളോഗ് എടുക്കാനായിട്ട് പറ്റിയില്ല. സോ ഇന്ന് ഒരു സൺഡേ ആണ്. അപ്പം ക്ലൈമറ്റ് അത്യാവശ്യം നല്ല ക്ലൗഡിയാണ്. എങ്ങനെ ആയിരിക്കും എന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല. സോ ഇത് നമ്മൾ കയറി വരുന്ന ഫസ്റ്റ് പാർട്ടാണ്. നമ്മളിതിൽ കൂടെ നടന്നു പോയപ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു ഐഡിയയും ഇല്ലായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഒരു ഷൂട്ട് എടുക്കാൻ പറഞ്ഞാണ് നമ്മൾ പോയത്. അപ്പോൾ സെക്കൻഡ് ഷൂട്ട് ഒരു സ്പോട്ട് വന്ന ഒരു ഐഡിയ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മളെന്താ പറയുക, നമ്മളൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ വെച്ചായിരുന്നു എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ആദ്യമേ ഞങ്ങൾ 3 പേരുള്ള റീൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഇതേ സമയത്തായിരുന്നു ഞങ്ങൾ റീൽ എടുത്തിരുന്നത്. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ കണ്ട് കാണുമായിരിക്കും. അങ്ങനെ ഒരുപാട് ടേക്കിൽ നമ്മൾ ആ റീൽസ് ഒരുവിധം ഓക്കെയായി. പിന്നെ നമ്മൾ എന്താ പറയുക, ഞങ്ങളെ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മളിപ്പം അതിനുള്ള ഒരു പറ്റിയ സ്പോട്ട് എന്ന് വെച്ചാൽ എവിടെ വെച്ച് തുടങ്ങണം എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഏകദേശം ഒരു കുറച്ചൊക്കെ നടന്നു. നമ്മളൊരു ഫസ്റ്റ് എടുക്കാം എന്ന് കരുതിയെടുത്ത് നമ്മളെത്തി. അപ്പം ജോഷിയുടെ ഐഡിയ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്താ പറയുക, ഇവിടുന്ന് തന്നെ ഒരു 3 കണക്കത്തെ പിക്ചേഴ്സ്, 3 സ്റ്റിൽ പിക്ചേഴ്സ് എടുക്കാമെന്നാണ് കരുതിയത്. പക്ഷെ ഒരുപാട് ടേക്ക് എടുത്തിട്ടുണ്ട്. കാരണം ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഉദ്ദേശിക്കുന്ന കണക്ക് കിട്ടുന്നില്ലായിരുന്നു. ഒന്നെങ്കിൽ ഞാൻ കൊളാക്കും, അല്ലെങ്കിൽ ജിതൻ കൊളാക്കും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ആഫ്റ്റർ എ ലോങ് ടേക്കിൽ, ഒരുപാട് ടേക്കിൽ അവസാനം നമ്മൾ പറഞ്ഞ സ്റ്റില്ല് ഏകദേശം ഒക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങൾ കാണിക്കുന്ന എന്താണെന്ന് പോലും മനസ്സിലാവാത്ത ഒരുപാട് പേരും അവരുടെ പെറ്റ്സൊക്കെ ആയിട്ട് വോക്കിനും സൈക്ലിങ്ങിനും ജോഗിങ്ങിനൊക്കെ വരുന്നവരെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒറ്റ മൈൻഡാണല്ലോ, എന്തായാലും എടുത്ത് തീർക്കണമല്ലോ. പുറത്ത് ക്ലൈമറ്റ് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഒരുപാട് ടേക്കിൽ എടുത്ത് കഴിഞ്ഞു. അങ്ങനെ നാൻസിയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് ഏതൊക്കെ എടുത്തിട്ടുള്ളതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് നമുക്ക് ഈ ഒരു സെക്കൻഡ് ഷൂട്ട് നമ്മളൊരു പ്ലാൻഡ് അല്ലായിരുന്നു, അതുകൊണ്ട് ഓർഗനൈസ്ഡ് അല്ലായിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പോൾ ഇവിടുന്ന് സേവ് ദ ഡേറ്റ് ഷൂട്ടോ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾ എന്താ പറയുക, ഒന്ന് ഓർഗനൈസ്ഡ് ചെയ്ത് പോസസ് ആണെങ്കിലും എല്ലാം ഒന്ന് നോക്കി വരുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഞങ്ങൾ ഫസ്റ്റ് ഷൂട്ടിൽ ഒന്നും തന്നെ എന്താ പറയുക, എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞങ്ങൾ അങ്ങനെയാണ് ലണ്ടനിൽ പോയത്. പക്ഷെ ജോഷിക്ക് ഫുള്ളി ഓർഗനൈസ്ഡ് ആയതുകൊണ്ടും നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ജോഷി ഫുൾ ഓർഗനൈസ്ഡ് ആയിട്ടായിരുന്നു വന്നത്. അപ്പം അതിൻ്റെ പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുമായിരിക്കും. അങ്ങനെയായിരുന്നു വന്നത്. പിന്നെ ലണ്ടൻ അത്യാവശ്യം ഒരു റഷായിട്ടുള്ള പ്ലേസ് ആയതുകൊണ്ട് നമുക്ക് വ്ളോഗ് എടുക്കാനോ, ഞങ്ങൾ 3 പേരായിട്ടാണ് പോയത്. വ്ളോഗ് എടുക്കാനായിട്ട് വേറൊരു പേഴ്സൺ ഇല്ലായിരുന്നു, എല്ലാവർക്കും വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വ്ളോഗ് എന്തായാലും എടുത്തില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് ഷൂട്ടിൻ്റെ വ്ളോഗ് സ്കിപ്പായത്. സോ ഇത് ചിരിച്ച് ആ ഒരു ദിവസത്തെ ചിരിയിൽ, ആ 2 ദിവസം ഷൂട്ടിൽ ഞാൻ ചിരിച്ച് എൻ്റെ കവിള് നല്ല വേദനയുണ്ട്. അങ്ങനെ ആ ഒരുപാട് ടേക്കിൻ്റെ ശേഷം അതും ഏകദേശം ഓക്കെ ആയി. പിന്നെ വേറൊരിടത്തോട്ട് പോവുകയാണ്. പക്ഷെ ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈമാണ് ഈ പാർക്കിൽ വരുന്നത്. അവർ മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ വന്നിട്ടുണ്ട്.
the day we met did not feel like the first time, like I already met you. You felt like you were mine. You took my heart and healed it. How did I deserve this? You took away my sadness. You took it all away. Insane, we're both a little insane. Let's pour love on each other. Yeah, pour it down like the rain. Pehle bhi main तुमसे मिला हूँ, पहले दफा ही मिलकर लगा. അങ്ങനെ ഒരുപാട് ടേക്കിൽ എന്തൊക്കെയോ സ്റ്റില്ലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഏറ്റവും അവസാനത്തെയൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പടം, ഒരുപാട് ടേക്ക് എടുത്തിട്ടാണ് ഒന്ന് ഏകദേശം ശരിയാക്കിയത്. അപ്പോൾ ബാക്കിയൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. സോ നമ്മളെ വ്ളോഗിങ് ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.